ഈ സിസ്റ്റർ എന്താ ഇങ്ങനെ സംസാരിച്ചത്? എന്തോ ഒരു പന്തികേടുള്ളതുപോലെ. ശബ്ദത്തിനൊക്കെ ഒരു വ്യത്യാസം. എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ഏയ്, എനിക്ക് തോന്നിയതായിരിക്കും. നമുക്ക് അമ്മയെ പോയിന്ന് കണ്ടാലോ? രാജുവാ. മൊബൈൽ ഫോൺ മോഷണം പോയെന്നോ? ഇക്കാലത്ത് മൊബൈൽ മോഷ്ടിച്ചാ മറച്ചു വെക്കാനൊക്കെ പറ്റുമോ? എന്ത് മണ്ടൻ ചോദ്യ ഋതു ചോദിക്കുന്നേ? അതൊക്കെ മറച്ചു വെക്കാനൊക്കെ പറ്റും. അല്ല, പോലീസിലെ പരാതി കൊടുത്തിട്ടുണ്ടോ? അത് ഞങ്ങൾ അപ്പോഴേ കൊടുത്തു. ആ, കള്ളനാന്നൊന്നും തോന്നില്ല അവനെ കണ്ട. അവൻ ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോന്ന് കണ്ട വീട്ടുകാരനാണെന്നേ തോന്നു. എന്റെ ഭാവം മാറിയപ്പോഴാ അവൻ ഇറങ്ങി ഓടിയത്. കള്ളനാണെങ്കി ഫോൺ തിരികെ കിട്ടാൻ വലിയ പാടാ. IMEI നമ്പരൊന്നും നമ്മളാരും കുറിച്ചു വെക്കാറൊന്നുമില്ലല്ലോ. ഓരോ ഫോണിനും ഓരോ പ്രത്യേക IMEI നമ്പർ ഉണ്ടാവും. സിം മാറ്റിയാലും അതുവഴി ഫോൺ നെറ്റ്വർക്കിൽ വന്നാ കണ്ടെത്താൻ പറ്റും. ശരി, പോയത് പോട്ടെ. നമുക്ക് വേറൊരു ഫോൺ വാങ്ങിക്കാം. എന്നിട്ട് ഇന്ന് തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്താൽ മതി. സിം എടുക്കാൻ പോകുമ്പോ ID കാർഡ് കൈ കരുതിരുന്നാ മതി. നമുക്ക് ആ സംയുക്തെ പോയി കാണണ്ടേ അമ്മേ? അപ്പോ സംയുക്തെ കാണാൻ പോകുന്ന കൂട്ടത്തില് നമുക്ക് ഫോൺ വാങ്ങിക്കാം. ഓക്കെ രാജു. അമ്മേ വാ രാജു. അമ്മേ, എന്താടാ? ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ഒന്ന് മൈൻഡ് പോലും ചെയ്താ അമ്മ എങ്ങോട്ടേ പോകുന്നത്? ഈ വയസ്സാം കാലത്ത് അയാളെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? അതെ, ഒരു കല്യാണം. ഉഗ്രനൊരു ടോർപ്പിയോ. എന്ത്? അയാൾ കെട്ടുവോ? കെട്ടിക്കും ഞാൻ. അല്ല, ഏതാ പെണ്ണ്? എടാ, ഇവിടുന്ന് പോയ അവളില്ലേ, സിസ്റ്റർ പവിത്ര. അല്ല, അതിനവള് പവിത്രയല്ലല്ലോ. പവിത്ര എന്ന പേരില് ഞാൻ അവളെ കൊണ്ട് അവനെ കെട്ടിക്കും. ഡീറ്റെയിൽസ് ഒന്ന് പറയാമേ. ഓക്കെ, പിറകെ. ആരും ഇവിടെ കാണുന്ന ലക്ഷണമില്ലല്ലോ. സംയുക്ത ഇവിടെ ഇല്ലേ മക്കള്? ഇല്ല. എവിടെ പോയി? അതറിയില്ല. മക്കളുടെ ചേച്ചിയല്ലേ സംയുക്ത? ആ അതെ. ആരുടെ കൂടെയാ ചേച്ചി പോയിരിക്കുന്നതെന്ന് അറിയോ? അതറിയില്ല. ഇവിടെ മറ്റാരും ഇല്ലേ? ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ല, മരിച്ചു എന്നാ പറയുന്നത്. പക്ഷെ അപ്പൂപ്പനുണ്ട്. ഇവിടെ കരിമ്പനക്കാവിലെ ശാന്തിയാ. രണ്ടുപേരുടെയും പേരൊന്ന് പറയോ? ഞാൻ തേജസ്, തേജു എന്ന് വിളിക്കും. ഇത് ജ്യോതിസ്, ജ്യോതി എന്ന് വിളിക്കും. അല്ല, ചേച്ചി വരുമ്പോ അന്വേഷിച്ചു വന്ന് ആരാന്ന് പറയണം. രണ്ട് പിള്ളേര് പിടുത്തക്കാര് പെണ്ണുങ്ങൾ വന്നു മാത്രം പറഞ്ഞാ മതി. പക്ഷെ നിങ്ങളെ കണ്ടപ്പോ ഓമന കുട്ടികളായതുകൊണ്ട് പിടിച്ചില്ലെന്ന് പറയണം. ഹോ, പിന്നെ പിള്ളേരെ പിടുത്തക്കാര്. ചേച്ചി ഇങ്ങ് വന്നേ. അവളെ അംബിക കൊണ്ടുപോയത് തന്നെ. ഹലോ സാറ് വീട്ടിലാണോ?
അതെ, വീട്ടിൽ തന്നെ. ഇപ്പൊ മന്ത്രിയൊന്നല്ലോ, അതുകൊണ്ട് വീട്ടിൽ തന്നെയാ. ഇടയ്ക്ക് പാർട്ടി ഓഫീസിലേക്ക് പോവും. എന്താ ശ്രേയ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഞാൻ വിളിക്കാന്ന് പറഞ്ഞിരുന്നില്ലേ, അതുകൊണ്ട് വിളിച്ചതാ. ഓ, വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ അതുപോലെ അംഗീകരിച്ചു. അതിന് സാറിന് സന്തോഷമായോ? അതെന്താ സിസ്റ്റർ അങ്ങനെ ചോദിക്കുന്നേ? ഞാൻ സിസ്റ്ററെ അടിച്ചേൽപ്പിച്ചൊന്നും അല്ലല്ലോ ആ ഉത്തരവാദിത്വം. ആതുര സേവനവും കാരുണ്യ പ്രവർത്തനമൊക്കെ സിസ്റ്റർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണെന്ന് തോന്നി. ഇതൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യണമെന്ന് തോന്നി. സിസ്റ്ററുടെ ഡെഡിക്കേഷൻ കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതുപോലെ പലരെയും സിസ്റ്റർക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാ ഫ്ലോറൻസ് നൈറ്റിംഗേൾ എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചുമതല പവിത്ര സിസ്റ്ററെ ഏൽപ്പിക്കാന്ന് വിചാരിച്ചത്. ഞാൻ എന്ത് ചെയ്യണം സർ? എനിക്കത് താല്പര്യമാണ്. അതിലൊക്കെ ഉപരി സാറിന്റെ സന്തോഷം. സാറിന്റെ സന്തോഷമാണ് എനിക്ക് പ്രധാനം. ശരിയെന്നാ, ഞാൻ വെക്കട്ടെ, പിന്നീട് വിളിക്കാം. ഈ സിസ്റ്റർ എന്താ ഇങ്ങനെ സംസാരിച്ചത്? എന്തോ ഒരു പന്തികേടുള്ളതുപോലെ. ശബ്ദത്തിനൊക്കെ ഒരു വ്യത്യാസം. എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ഏയ്, എനിക്ക് തോന്നിയതായിരിക്കും. ഇവിടെ എങ്ങും ആരുമില്ല. കയറി നോക്കാം. നന്ദനെ ഒന്ന് വിളിക്കാം. യുഎസിലേക്ക് നെറ്റ് കോള് കിട്ടും. അതിൽ വിളിച്ച് വീഡിയോ കോളാക്കാം. എന്താണ് ഇവിടെ? ചോദിച്ചു കേട്ടില്ലേ? ജോലി എടുത്തോണ്ടിരുന്ന നീ പെട്ടെന്ന് ഇതിനകത്തോട്ട് ഓടിക്കേറിയത് എന്തിനാന്ന്? ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? നിന്റെ പരിങ്ങല് കണ്ടിട്ട് എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. എന്താടാ? ഏയ്, ഒന്നുമില്ലെന്നേ. കയ്യിലെന്താ?